السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശ്രോതാക്കളെ, വണ്ടൂർ ജാമിഅ വഹബിയയുടെ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് നടക്കുന്ന 60 പ്രഭാഷണ പരമ്പരയിലെ 41ാമത്തെ പ്രഭാഷണമാണിത്. ഇസ്ലാം നീതിയുടെ മതം എന്ന ശീർഷകത്തിൽ നടത്തപ്പെടുന്ന സ്വർഗത്തിൽ വിശ്വാസികൾ മാത്രം എന്ന വിഷയത്തെ അധികരിച്ചാണ് ഇന്നിവിടെ സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിവേചനമില്ലാതെ എല്ലാവർക്കും ഈ ലോകത്ത് ശ്വസിക്കാൻ വായുവും കുടിക്കാൻ വെള്ളവും ഭക്ഷിക്കാനുള്ള ഭക്ഷണവും മറ്റു സുഖ സൗകര്യങ്ങളും എല്ലാം ഒരുക്കി നൽകിയിട്ടുണ്ട്. എന്നാൽ ഭൗതിക ലോകത്തെ ഈ പൊതുവായ കാരുണ്യം പോലെയല്ല പരലോകത്തെ പ്രതിഫലം എന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ അധ്യാപനമാണ്. ഈ പ്രപഞ്ചത്തിന് കൃത്യമായ ഒരു വ്യവസ്ഥയുണ്ടെങ്കിൽ, അതിനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു പരമാധികാരി ഉണ്ടെങ്കിൽ, ആ പരമാധികാരിയെയും അവൻ നിശ്ചയിച്ച വ്യവസ്ഥകളെയും അംഗീകരിക്കുന്നവർക്കും നിഷേധിക്കുന്നവർക്കും ഒരേ പരിഗണന നൽകുന്നത് ഒട്ടും യുക്തിപരമായ കാര്യമല്ല, യുക്തിസഹമല്ല. നന്മയും തിന്മയും തിരിച്ചറിയാൻ ബുദ്ധിയും വിവേചന ശക്തിയും നൽകപ്പെട്ട മനുഷ്യൻ തന്റെ സൃഷ്ടാവിനോട് കാണിക്കുന്ന നന്ദിയും അനുസരണവുമാണ് അവന്റെ പരലോക വിജയത്തിന്റെ മാനദണ്ഡം. സൃഷ്ടാവിനെ തിരിച്ചറിയുകയും അവനിൽ പൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാം. അങ്ങനെയുള്ള വിശ്വാസികൾക്ക് മാത്രമായി സ്വർഗം നിശ്ചയിച്ചിരിക്കുന്നത് കേവലം ഒരു പക്ഷപാതമല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ പരമമായ നീതിയുടെ പ്രതിഫലനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഇത് വ്യക്തമാക്കുന്നുണ്ട്. സൂറത്തുൽ ബഖറയിൽ കാണാം, വല്ലദീന ആമനു വ അമിലുസ് സ്വാലിഹാത്തി ഉലൈക അസ്ഹാബുൽ ജന്നതി ഹും ഫീഹാ ഖാലിദൂൻ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത കൂട്ടർ അവരാണ് സ്വർഗത്തിന്റെ അവകാശികൾ, അവർ അവിടെ ശാശ്വതരുമായിരിക്കും എന്ന് വിശുദ്ധ ഖുർആനിൽ കാണാം. അപ്പോൾ വിശ്വാസം എന്നത് കേവലം ഒരു ചിന്തയല്ല, മറിച്ച് ജീവിതത്തെയും കർമ്മങ്ങളെയും സൃഷ്ടാവിന്റെ താല്പര്യത്തിനനുസരിച്ച് ക്രമീകരിക്കലാണ്. നേരെ മറിച്ച് ഒരുവൻ തന്നെ സൃഷ്ടിച്ച ദൈവത്തെ നിഷേധിക്കുകയോ അവനിൽ പങ്കുകാര ചേർക്കുകയോ ചെയ്യുമ്പോൾ അവൻ ചെയ്യുന്നത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അക്രമവും അനീതിയുമാണ്. അതുകൊണ്ടാണ് ഖുർആൻ ലുഖ്മാൻ നബിയുടെ വാക്കുകളിലൂടെ പറയുന്നത്, വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലദുൽമുൻ അദീം. തീർച്ചയായും ദൈവങ്ങളെ വിശ്വസിക്കൽ കടുത്ത അക്രമം തന്നെയാകുന്നു. സൂറത്തുൽ ലുഖ്മാൻ കാണാം. ഒരു രാജ്യത്ത് ജീവിക്കുന്ന പൗരൻ ആ രാജ്യത്തിന്റെ ഭരണഘടനയെയും നിയമങ്ങളെയും പൂർണ്ണമായി തള്ളിക്കളയുകയും സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം ജീവിക്കുകയും ചെയ്താൽ അവൻ രാജ്യദ്രോഹിയായി മുദ്രകുത്തപ്പെടും. അവൻ സമൂഹത്തിൽ ചില ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയെന്നതുകൊണ്ട് മാത്രം ഭരണഘടന ലംഘിച്ചതിനുള്ള ശിക്ഷയിൽ നിന്ന് അവൻ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഇതേ യുക്തി തന്നെയാണ് പരലോകത്തെ രക്ഷയുടെ കാര്യത്തിലുമുള്ളത്. പ്രപഞ്ചനാഥൻ നൽകിയ ശ്വാസവും ശരീരവും ബുദ്ധിയും ഉപയോഗിച്ച് ജീവിക്കുകയും എന്നാൽ അവനെ പൂർണ്ണമായി നിഷേധിക്കുകയും ചെയ്യുന്ന ഒരാൾ ചെയ്യുന്ന നന്മകൾക്ക് പരലോകത്ത് മൂല്യമുണ്ടാകില്ല. കാരണം ആ കർമ്മങ്ങളുടെ അടിത്തറ തന്നെ തകർന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലൂടെ ഇത് വിശദീകരിക്കുന്നുണ്ട്. ഒരിക്കൽ പ്രവാചക പത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ തിരുപ്രവാചകരെ, ജാഹിലിയ്യ കാലത്ത്, ഇസ്ലാമിന് മുമ്പുള്ള കാലത്ത് ഇബ്നു ജുദ്ആൻ എന്നൊരാൾ ഉണ്ടായിരുന്നു. അവൻ കുടുംബബന്ധം പുലർത്തുകയും ദരിദ്രർക്ക് ഭക്ഷണം നൽകുകയും ചെയ്യുമായിരുന്നു. പരലോകത്ത് അതുകൊണ്ട് അവന് വല്ല ഉപകാരവും ഉണ്ടാവുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോൾ പ്രവാചകർ അതിന് മറുപടി നൽകിയത് അത് അവന് ഉപകാരം ചെയ്യില്ല എന്നാണ്. കാരണം അവൻ തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്റെ രക്ഷിതാവെ, പ്രതിഫല നാളിൽ എനിക്ക് പാപങ്ങൾ പുറത്തു തരണമേ എന്ന് പറഞ്ഞിട്ടില്ല. ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ബാഹ്യമായ നന്മകൾക്കപ്പുറം ആ നന്മകൾ ചെയ്യുന്നവന്റെ ആന്തരികമായ സമർപ്പണവും സൃഷ്ടാവുമായുള്ള ബന്ധവുമാണ് പ്രധാനം എന്ന് വ്യക്തമാകുന്നു. ജാഹിലിയ്യത്തിൽ അഥവാ ഇസ്ലാമിന് മുമ്പേയുള്ളവർ പ്രവാചകത്വ കാലത്തില്ലാതെയായാൽ, പ്രവാചകത്വ നിയോഗം അവർക്ക് ലഭിച്ചില്ലെങ്കിൽ അവർക്ക് പരലോക രക്ഷയുണ്ടാകുമെന്നാണ് ഇസ്ലാം പറയുന്നത്.
എന്നാൽ ചിലരെ മാത്രം പ്രത്യേകം എണ്ണി പറഞ്ഞിട്ടുണ്ട് അവർ അതിൽ നിന്ന് ഒഴിവാകാൻ. ഒരു പരീക്ഷാ ഹാളിലിരിക്കുന്ന വിദ്യാർത്ഥി ചോദ്യപേപ്പറിലെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അവഗണിച്ച് തനിക്കിഷ്ടമുള്ള ചോദ്യത്തെക്കുറിച്ച് മനോഹരമായൊരു ഉപന്യാസം എഴുതി വെച്ചാൽ അധ്യാപകൻ അതിന് അവനക്ക് മാർക്ക് നൽകില്ല. ഇവിടെ അധ്യാപകൻ ക്രൂരനാണെന്നോ പക്ഷപാതിയാണെന്നോ പറയാൻ കഴിയില്ലല്ലോ. കാരണം പരീക്ഷയ്ക്ക് അതിൻ്റെതായ നിബന്ധനകളും വ്യവസ്ഥകളുമുണ്ട്. അതവൻ പാലിച്ചില്ല, അതാണ് കാരണം. ഇതുപോലെയാണ് ഈ ഭൗതിക ജീവിതം ഒരു പരീക്ഷയാണ്. അള്ളാഹു പറയുന്നു, നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് പരീക്ഷിച്ച് അത് വെളിപ്പെടാനായി മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവനാകുന്നു അവൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിപ്പെടുത്തുന്നുണ്ട്. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور എന്ന സൂറത്തുൽ മുൽക്കിന്റെ തുടക്കത്തിൽ കാണാം. ഈ പരീക്ഷയിലെ ഒന്നാമത്തെയും പ്രധാനപ്പെട്ടതുമായ ചോദ്യം അവനെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിനെ അംഗീകരിക്കുന്നുണ്ടോ എന്നതാണ്. ആ ചോദ്യത്തിന് തെറ്റായ ഉത്തരം നൽകുകയോ അത് പൂർണ്ണമായി അവഗണിക്കുകയോ ചെയ്യുന്ന ഒരാൾ ബാക്കി കാര്യങ്ങൾ എത്ര ഭംഗിയായി ചെയ്താലും പരീക്ഷയിൽ പരാജയപ്പെടുകയുള്ളൂ എന്നത് യുക്തിസഹമായ കാര്യമാണ്. എന്നാൽ ഈമാനില്ലാത്ത നന്മകളെ അള്ളാഹു പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല, അള്ളാഹു കൈവടിയുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണല്ലോ. ഭൗതിക ലോകത്ത് വെച്ചു തന്നെ അത്തരക്കാർക്ക് അവൻ നന്മ നൽകുമെന്ന് ചെയ്യുമെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇന്നല്ലാഹ ലാ യദ്ലിമു മുഅ്മിനൻ ഹസനതൻ യുഅ്താ ബിഹാ ഫിദ്ദുനിയ വയുജ്സാ ബിഹാ ഫിൽ ആഖിറ വഅമ്മൽ കാഫിറു ഫയുത്അമു ബിഹസനാതി മാ അമില ബിഹാ ലില്ലാഹി ഫിദ്ദുനിയ ഹത്താ ഇദാ അഫ്ളാ ഇലൽ ആഖിറ ലം തകുൽ ലഹു ഹസനതുൻ യുജ്സാ ബിഹാ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സത്യവിശ്വാസിയോട് അവൻ ചെയ്ത ഒരു നന്മയുടെ കാര്യത്തിൽ അനീതി കാണിക്കുകയില്ല. അതിന് അവൻക്ക് ഇഹലോകത്ത് തന്നെ പ്രതിഫലം നൽകുകയും പരലോകത്ത് അതിന്റെ പ്രതിഫലം നൽകുകയും ചെയ്യും. എന്നാൽ കാഫിറായ മനുഷ്യൻ അവൻ അള്ളാഹുവിന് വേണ്ടി ഈ ലോകത്ത് ചെയ്ത നന്മകൾക്ക് പകരമായി അവന് ഈ ലോകത്ത് വെച്ച് തന്നെ ഭക്ഷണവും മറ്റു സുഖ സൗകര്യങ്ങളും നൽകപ്പെടുന്നു. അങ്ങനെ അവൻ പരലോകത്ത് എത്തുമ്പോൾ ഒരു പ്രതിഫലവും നൽകാൻ കഴിയാത്ത വിധം ഒരു നന്മയും അവൻക്ക് ബാക്കിയുണ്ടാവുകയില്ല എന്ന് ഈ ഹദീസിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു നീതിമാനാണെന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ സ്വർഗം എന്ന് കേവലം ഒരു ഭൗതിക സുഖവാസ കേന്ദ്രമല്ല, മറിച്ച് അത് അള്ളാഹുവിന്റെ സാമീപ്യവും പ്രീതിയും ആസ്വദിക്കാനുള്ള ഇടമാണ്. ദൈവത്തെ അംഗീകരിക്കാത്ത, അവനെ സ്നേഹിക്കാത്ത, അവനോട് അപേക്ഷിക്കാത്ത ഒരാൾക്ക് അവന്റെ പ്രീതി ലഭിക്കുന്ന ഇടത്തിൽ എന്ത് പ്രസക്തിയാണുള്ളത്? ഭൗതിക ലോകത്ത് ദൈവമില്ലാതെ ജീവിക്കാൻ ആഗ്രഹിച്ച ഒരാളെ പരലോകത്തെത്തുമ്പോൾ ദൈവത്തിന്റെ പ്രത്യേക കാരുണ്യത്തിന്റെ തണലിൽ നിർബന്ധിച്ചിരുത്തുന്നത് അയാളുടെ സ്വാതന്ത്ര്യത്തിന് പോലും വിരുദ്ധമാണ്. അവർ ഈ ദുന്യാവിൽ എന്ത് ലക്ഷ്യത്തോടെയാണോ കർമ്മങ്ങൾ ചെയ്തത് അതിനുള്ള പ്രതിഫലം അവർക്ക് ഈ ദുന്യാവിൽ വെച്ച് തന്നെ കീർത്തിയായോ സമ്പത്തായോ മറ്റു അനുഗ്രഹങ്ങളായോ അള്ളാഹു നൽകി തീർക്കുന്നുണ്ട്. പരലോകത്ത് ദൈവത്തിന്റെ പ്രീതി മാത്രമാണ് പ്രതിഫലത്തിന്റെ മാനദണ്ഡം. അവിടെ ദൈവത്തിൽ വിശ്വസിച്ചവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്നത് പ്രപഞ്ചനാഥന്റെ നീതിപൂർവമായ വ്യവസ്ഥയുടെ ഭാഗമാണ്. അതിനാൽ സ്വർഗത്തിൽ വിശ്വാസികൾ മാത്രം പ്രവേശിക്കുക എന്നത് യുക്തിക്കും ബുദ്ധിക്കും നീതിബോധത്തിനും പൂർണ്ണമായി യോജിക്കുന്നത് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം സ്വർഗാവകാശികളിൽ നമ്മെയും നമ്മെ ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.